നമസ്കാരം. When are we going to see that freebies are not given to people in politics anymore? That freebies എന്നാണ് നിങ്ങൾ ഉൽപ്പാദിപ്പിക്കാനും പ്രദാനം ചെയ്യാനും പോകുന്നത് എന്ന ചോദ്യമാണ് പ്രധാനമായിട്ട് ഞാൻ ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. And my answer to the question was that നല്ല ബെസ്റ്റ് പരിഭാഷ. മുസ്ലിം ലീഗിലെ ഏറ്റവും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള വ്യക്തിയാണ് കേട്ടോ. അതിൻ്റെ അപ്പുറം വിവരവും വിദ്യാഭ്യാസം ഉള്ളവരില്ല എന്നാണ് അവർ തന്നെ പറയുന്നത്. അബ്ദുൾ സമദ് സമദാനി എന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയുടെ ഇംഗ്ലീഷ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത് അയാൾ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു വെച്ചു. രാഹുൽ ഗാന്ധി പറഞ്ഞത് രാഷ്ട്രീയത്തിൽ സൗജന്യങ്ങൾ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നതൊക്കെ എന്നാണ് നിർത്തലാക്കുന്നത് കാണാൻ സാധിക്കുന്നത് എന്ന തരത്തിലാണ് പറഞ്ഞത്. ഇനി രാഹുൽ ഗാന്ധി എന്ന വിസ്പർ പപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ പറയുന്നതെന്ന് ഇന്ന് അങ്ങനെ പോയി പറഞ്ഞെങ്കിൽ അടുത്ത സ്റ്റേജിൽ പോയി അതിന് നേരെ തിരിച്ച് പറയുകയും ചെയ്യും. ഇതേ വ്യക്തി തന്നെയാണ് 5 ഇനം സൗജന്യങ്ങളൊക്കെ ഇവിടെ വാഗ്ദാനം ചെയ്തിട്ട് പോയ അതേ വ്യക്തി തന്നെ പറയുന്നു രാഷ്ട്രീയത്തിൽ സൗജന്യങ്ങൾ ഫ്രീ ബീസ് എന്ന് നിർത്തുന്നത് കാണും എന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്ന തരത്തിലാണ് പറയുന്നത്. അതിൻ്റെ മലയാളത്തിലുള്ള പരിഭാഷ സമദാനി പറഞ്ഞതാണ് സൗജന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും പ്രദാനം ചെയ്യുന്നതും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തിയെപ്പറ്റി ഒരു ആരോപണമുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഇവിടെ അന്തരിച്ചു പോയ ഒരു എഴുത്തുകാരിയുണ്ട്, ഇംഗ്ലീഷിലൊക്കെ നോവൽ എഴുതിയിട്ടുള്ള ആളാണ്. ഈ പ്രേമ സ്വരൂപിണി എന്നൊക്കെയാണ് പൊതുവെ പറയുന്നത്. പ്രണയം ഇതൊക്കെ പറയുമ്പോൾ ഈ വ്യക്തിയെപ്പറ്റി എപ്പോഴും പറയാറുണ്ട്. ഈ വ്യക്തി കുറേ കാലം ഈ വ്യക്തിയുടെ കൂടെ ആയിരുന്നു എന്നാണ് ആരോപണം പറയപ്പെടുന്നത്. ഞാൻ മാത്രമല്ല പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഇംഗ്ലീഷ് ഇയാൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുന്നത് കാണുമ്പോഴാണ് ഇയാളുടെ എന്ത് കഴിവ് കണ്ടിട്ടാണ്, എന്ത് മേന്മ കണ്ടിട്ടാണ് ആ എഴുത്തുകാരി ഇയാൾ ഇഷ്ടപ്പെട്ടതെന്ന് അത്ഭുതപ്പെടുകയാണ്. ഇത് മാത്രമല്ല, വളരെ വിചിത്രമായിട്ടുള്ള പരിഭാഷ വേറെയുമുണ്ട്. അതും സഞ്ജു സാംസനെ പറ്റിയും ഇന്ത്യൻ ക്രിക്കറ്റിനെ പറ്റിയൊക്കെ രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിൻ്റെ പരിഭാഷയും ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. സഞ്ജു സാംസൺ. it's nice to see Sanju Samson, star of India's quarter-final and semi-final victory in T20 World Cup. It's from Trivandrum. വേൾഡ് കപ്പിൽ പങ്കെടുത്ത ക്രിക്കറ്റ് ടീമിലെ അംഗങ്ങളായിട്ടുള്ള സഹോദരങ്ങളെ, അവരുടെ മഹത്തായ പ്രകടനത്തെ, ആ പ്രകടനം കാണുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷമുണ്ട്. ഞാൻ അവരെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, അനുമോദിക്കുകയാണ്. സഞ്ജു സാംസണെ പ്രത്യേകം. സാംസങ് അല്ല, എൽ ജി അല്ലെങ്കിൽ ഓനിഡ. സഞ്ജു സാംസൺ എന്നുള്ള പേര് ആൾക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇനി അത് പേര് ഹലാലല്ലാത്തതുകൊണ്ട് പറയാത്താണോ എന്നറിയില്ല. എന്തായാലും രാഹുൽ ഗാന്ധിക്ക് തന്നെ ആകപ്പാടെ കിളി പോകുന്നുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് മനസ്സിലാവാത്തവർക്ക് പോലും പിടികിട്ടും എന്താണ് ക്രിക്കറ്റിനെ പറ്റിയും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ പറ്റിയൊക്കെയും സഞ്ജു സാംസനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അത് തൊട്ടടുത്ത് നിന്നിട്ട് പരിഭാഷപ്പെടുത്തിയിട്ട് പോലും ആൾക്ക് കൃത്യമായിട്ട് പരിഭാഷപ്പെടുത്താൻ പറ്റുന്നില്ല. ഒരു തൊപ്പിയും വെച്ച് ഇങ്ങനെ മീശയും താടിയും ഒക്കെ വെച്ചിട്ട് ഇയാൾ നല്ല കിടുക്കാച്ചി പ്രസംഗങ്ങളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മോഹൻലാലൊക്കെ ഇയാളെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇയാൾ അബ്ദുൾ സമദ് സമദാനിയുടെ പ്രസംഗം കേൾക്കണം, എത്ര ഉജ്ജ്വലമായിരിക്കുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സുഡാപ്പികളും ഈ മുസ്ലിം ലീഗ് മൂരികളും എല്ലാവരും കൂടി തള്ളി മറിച്ച് ഇയാളെ അങ്ങ് എവറസ്റ്റിൻ്റെ മണ്ടയ്ക്ക് കയറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഭയങ്കര അറിവുള്ള പാണ്ഡിത്യമുള്ള വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് നിന്നിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ അത് മലയാളത്തിലേക്കാക്കിയപ്പോൾ ആട്ടുംകാട്ടവും പോലുള്ള വ്യത്യാസമാണ്, കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണ്, അയാളതിൽ തർജ്ജമ ചെയ്തത് എന്താണ് എന്ന് അയക്കുപോലും ഒരു പിടുത്തമില്ല. ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയ നോക്കി കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗായ തന്നെ സമദാനിയുടെ സകല വിലയും കളഞ്ഞല്ലോ, ഇത്രയും നാൾ ഇയാൾ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു, ഇയൊക്കെ ഇതിൻ്റെ വല്ല കാര്യമുണ്ടായിരുന്നോ എന്നും. ഇത് രാഷ്ട്രീയമായിട്ടും അല്ലാത്ത തരത്തിലുമൊക്കെ ഇവർക്ക് വലിയ ദോഷം ചെയ്യുന്നുണ്ട്. കാരണം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഒരു പ്രസംഗം നടത്തുമ്പോൾ അത് തർജ്ജമ ചെയ്യാൻ നിൽക്കുന്നത് മുസ്ലിം വേഷധാരിയായിട്ടുള്ള ഒരാളാണ്. ഇത് വടക്കേ ഇന്ത്യയിലൊക്കെ തീർച്ചയായിട്ടും BJP പോലുള്ള പാർട്ടികൾ ഉപയോഗിക്കും. നേരത്തെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കൊടിയാണ് ഇവർ കൂടുതലും പ്രചരണത്തിൽ ഉപയോഗിച്ചിട്ടത്. അത് പാകിസ്ഥാൻ്റെ കൊടിയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വടക്കേ ഇന്ത്യയിലൊക്കെ അവർ പ്രചരിപ്പിച്ചാണ്. ഇതും സമാനമായ രീതിയിൽ തന്നെ അവർ പ്രചരിപ്പിക്കുന്നതാ കണ്ടോ. രാഹുൽ ഗാന്ധി കേരളത്തിൽ പോയി സംസാരിക്കുമ്പോൾ അവിടെ ഏതോ മുസ്ലിം മൊല്ലാക്ക് എന്ന് അത് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്നു എന്ന തരത്തിലായിരിക്കും പ്രചരിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഈ പരിഭാഷപ്പെടുത്തുന്നതുകൊണ്ട് അയാൾക്ക് വ്യക്തിപരമായോ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിനോ അവരുടെ പാർട്ടിക്ക് ഗുണമുണ്ടായില്ല എന്ന് മാത്രമല്ല വലിയ രീതിയിൽ ദോഷം ചെയ്യുകയും ചെയ്യും. പിന്നെ സമദാനിയൊക്കെ ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് മനസ്സിലാവുകയും എന്തിനാണോ ആ വലിയ എഴുത്തുകാരി എന്ത് കണ്ടിട്ടാണ് ഇയാളിൽ വീണു പോയത് എന്ന് അവരുടെ ഫാൻസ് പോലും അത്ഭുതപ്പെടുകയും ചെയ്യും എന്നത് മാത്രമാണ് ഇതിൻ്റെയൊക്കെ ഒരു ബാക്കിപത്രം.